ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ച മുഖ്യമന്ത്രി മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിന്റെ ഹേതുവാക്കി മാറ്റാൻ ശ്രമം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ കേരളത്തിനും മലയാളികൾക്കും അപമാനമാണ്. സംസ്കാരശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. റോഷിബാലൻ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? സ്മൃതി, ക്രിസ്മസ് ആശംസകൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ ഈ ആക്രമണത്തെ അപലപിച്ചത്. ക്രിസ്മസ് ആഘോഷത്തിനെതിരെ സംഘപരിവാർ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തെ കൃത്യമായി വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തണം, അതിന് ഒറ്റക്കെട്ടായി തന്നെ ഇത്തരം വർഗീയ ശക്തികളെ അകറ്റി നിർത്തണം എന്ന ഒരു ആഹ്വാനം കൂടി മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം UDF-ന്റെയും LDF-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാനങ്ങളടക്കം വലിയ പ്രതിഷേധം ഈ സംഘപരിവാർ അതിക്രമത്തിനെതിരെ നടത്തിയിരുന്നു. ക്രിസ്മസ് ആഘോഷത്തിനെതിരെയുള്ള ഈ നീക്കത്തിന് എതിരെയുള്ള വലിയ പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ക്രിസ്മസ് ആശംസകൾക്കൊപ്പം ഇത്തരത്തിൽ മതേതരത്വത്തിൻ്റെ പ്രാധാന്യം അത് നശിപ്പിക്കാനുള്ള ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശംസകൾ നേരുകയും അതിനൊപ്പം തന്നെ ഇതിനെതിരെ ഒറ്റക്കെട്ടായി സമൂഹം നീങ്ങണമെന്ന ഒരു ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ശരി, ക്രിസ്മസ് സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി നടന്ന അക്രമ സംഭവങ്ങളെ അപലപിച്ച ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുന്നത്.